ദൈവതിരുനാമത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുകയും സ്തുതിക്കുകയും ചെയ്യുന്നു. കർത്താവിൻ്റെ തിരുസന്നിധിയിൽ ഇരുന്നു കൊണ്ട് വചനം കേൾപ്പാൻ താല്പര്യം കാണിക്കുന്ന എൻ്റെ പ്രിയപ്പെട്ടവരോട് സംഭാഷിക്കേണ്ടതിന് സ്വർഗസ്ഥനായ ദൈവം എൻ്റെ കയ്യിൽ തന്നിരിക്കുന്ന ദൈവത്തിൻ്റെ ആലോചന നിങ്ങളോട് പങ്കുവയ്ക്കാൻ കർത്താവിൻ്റെ സന്നിധിയിൽ ഞാൻ സമയം വേർതിരിക്കുകയാണ്. ദൈവവചനം കേൾപ്പാൻ താല്പര്യം കാണിക്കുന്ന എൻ്റെ എല്ലാ പ്രിയപ്പെട്ടവർക്കും യേശുക്രിസ്തുവിൻ്റെ ധന്യമുള്ള നാമത്തിൽ എൻ്റെ വിനീതമായ സ്നേഹവന്ദനങ്ങൾ അറിയിക്കുന്നു. അതിനേക്കാൾ മുമ്പ് ദൈവവചനം നിങ്ങളോട് പങ്കുവയ്ക്കുന്നതിനേക്കാൾ മുമ്പ് ഞാൻ എൻ്റെ കർത്താവിനെ ഹൃദയം തുറന്നൊരിക്കൽ കൂടി സ്തുതിക്കുകയാണ്. എപ്പോഴും ദൈവം കൂടെ നിർത്തിയും കൂട്ടായ്മ തന്നും ധൈര്യം തന്നും ബലം തന്നും മറ്റുള്ളവരെ ധൈര്യപ്പെടുത്താനുള്ള വചനം തന്നും പ്രീതിവാത്സല്യത്തോടെ കരുതിയും ദൈവത്തിൻ്റെ കരുണ ജീവിതത്തിൽ പകർന്നും കൃപയാൽ നിറച്ചുമൊക്കെ ദൈവത്തിൻ്റെ തിരുസാന്നിധ്യം കൊണ്ട് പൊതിഞ്ഞു നിർത്തുന്ന മഹാദൈവത്തിന് നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ സ്തോത്രവും സ്തുതിയും മഹത്വവും കരയറ്റിക്കൊണ്ട് ഇന്നൊരു കർത്തൃദിവസം കൂടി ആയിരിക്കാൻ ഒരു കർത്തൃദിന ചിന്ത നിങ്ങളുമായി പങ്കുവയ്ക്കാൻ ദൈവത്തിൻ്റെ കൃപയിൽ ഞാൻ ശരണപ്പെടുകയാണ്. അതിനാധാരമായി വിശുദ്ധ ബൈബിളിൽ നിന്ന് സങ്കീർത്തനങ്ങൾ 62 മൂന്നാമത്തെ വാക്യം ഞാൻ നിങ്ങളെ വായിച്ച് കേൾപ്പിക്കാം. 62 സങ്കീർത്തനത്തിൻ്റെ 3 വാക്യം: നിങ്ങളെല്ലാവരും ചാഞ്ഞ മതിലും ആടുന്ന വേലിയും പോലെ ഒരു മനുഷ്യനെ കൊല്ലേണ്ടതിന് എത്രത്തോളം അവനെ ആക്രമിക്കും. ഒന്നോടെ വായിക്കട്ടെ. നിങ്ങളെല്ലാവരും ചാഞ്ഞ മതിലും ആടുന്ന വേലിയും പോലെ ഒരു മനുഷ്യനെ കൊല്ലേണ്ടതിന് എത്രത്തോളം അവനെ ആക്രമിക്കും. വേദപുസ്തകത്തിനകത്ത് മനുഷ്യനെ ഉപമിച്ചിരിക്കുന്ന, സന്ദർഭോചിതമായി ഉപമിച്ചിരിക്കുന്ന അനേക വാക്കുകൾ ഞാൻ കണ്ടിട്ടുണ്ട്. നമ്മോടുള്ള ബന്ധത്തിൽ ഉപമാലങ്കാരത്തിൽ ഇതുപോലെ ഉപമാലങ്കാരവും ഇതുപോലെ വചനത്തിൻ്റെ ആഴങ്ങളിൽ നിന്നുകൊണ്ട് മനുഷ്യനെ ബോധിപ്പിക്കാൻ പ്രകൃതിയിൽ നിന്നും ഈ പ്രപഞ്ചത്തിൽ നിന്നുമൊക്കെ വാക്കുകളെടുത്ത് പ്രയോജിച്ചിരിക്കുന്ന വേറൊരു ഗ്രന്ഥമുണ്ടോ എന്നെനിക്കറിയില്ല. അത്രയും വാക്കുകൾ കൊണ്ട് മനുഷ്യനെ ദൈവം ചിത്രീകരിച്ചിട്ടുണ്ട്. സ്വഭാവത്തിൻ്റെയും സന്ദർഭത്തിൻ്റെയും ജീവിത സാഹചര്യത്തിൻ്റെയൊക്കെ പശ്ചാത്തലത്തിൽ അനേക വാക്കുകളിലൂടെ പ്രകൃതിയിൽ നിന്നും പ്രപഞ്ചത്തിൽ നിന്നും മൃഗങ്ങളിൽ നിന്നുമൊക്കെ ആയിട്ട് അനേക വാക്കുകൾ എടുത്തുകൊണ്ട് മനുഷ്യനോടുള്ള ബന്ധത്തിൽ കൂട്ടിവെച്ചിരിക്കുന്നത് ഞാൻ കണ്ട് ആശ്ചര്യപ്പെട്ടിട്ടുണ്ട്. ഞാൻ ഈ വാചകം അല്ലെങ്കിൽ ഇന്ന് വായിച്ച വാക്യം വിശദീകരിക്കുന്നതിനേക്കാൾ മുമ്പ് മനുഷ്യനെക്കുറിച്ച് പറഞ്ഞിരിക്കുന്ന കുറേ കാര്യങ്ങൾ, ചേർത്ത് പറഞ്ഞിരിക്കുന്ന കുറേ കാര്യങ്ങൾ ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്താൻ ആഗ്രഹിക്കട്ടെ. ഇങ്ങനെ എഴുതിയിരിക്കുന്നൊരു വാക്ക് നിങ്ങൾ ഓർക്കുന്നുണ്ടോ? കൊല്ലുവാൻ കൊണ്ടുപോകുന്ന കുഞ്ഞാടിനെ പോലെ. അപ്പോൾ കൊല്ലുവാൻ കൊണ്ടുപോകുന്ന കുഞ്ഞാടിനെ പോലെ എന്നൊരു വാക്ക് എഴുതിയിട്ടുണ്ട്. രോമം കത്തിരിക്കുന്നവരുടെ മുമ്പിൽ മിണ്ടാതെ നിൽക്കുന്ന കുഞ്ഞാടിനെ പോലെ എന്ന് നമ്മുടെ കർത്താവിനെക്കുറിച്ച് എഴുതിയിട്ടില്ലേ? അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. വചനം പ്രമാണിക്കുന്നവർ ജ്യോതിസുകളെപ്പോലെ പ്രകാശിക്കുമെന്ന് ഫിലിപ്പിയ ലേഖനത്തിൽ പറഞ്ഞിട്ടില്ലേ? യഹോവയിൽ ആശ്രയിക്കുന്നവൻ സിയോൻ പർവ്വതം പോലെ എന്ന് സങ്കീർത്തനത്തിൽ പറഞ്ഞിട്ടില്ലേ? താൻ ഇടാത്ത മുട്ടയ്ക്ക് പൊരിന്നിരിക്കുന്ന തിത്തിരിപ്പക്ഷിയെപ്പോലെ. അങ്ങനെ ചില ആൾക്കാരുണ്ടെന്ന് സദൃശ്യവാക്യത്തിലല്ലേ പറഞ്ഞിരിക്കുന്നത്? അരമനയുടെ തൂണുപോലെ സന്തതികളെ ആക്കുമെന്ന് സങ്കീർത്തനത്തിൽ പറഞ്ഞിട്ടുണ്ട്. ഇല വാടാത്ത വൃക്ഷം പോലെ ചിലരെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. നിൻ്റെ സന്തതി അലരി വൃക്ഷം പോലെ ആകുമെന്ന് തിരുവെഴുത്തിൽ പറഞ്ഞിട്ടുണ്ട്. ജ്വലിച്ചു പ്രകാശിക്കുന്ന വിളക്ക് പോലെയാകുമെന്ന് യോഹന്നാൻ സ്നാപകനെക്കുറിച്ചല്ലേ പറഞ്ഞിരിക്കുന്നത്. കുട്ടികൾ നഷ്ടപ്പെട്ട കരടിയെപ്പോലെയാണെന്ന് ദാവീദിനെക്കുറിച്ച് തിരുവെഴുത്തിൽ പറഞ്ഞിട്ടുണ്ട്. ദാൻ വഴിയിൽ പാമ്പ് പോലെ ആണെന്ന് ദാൻ ഗോത്രത്തെക്കുറിച്ച് ഇനി എത്രത്തോളം പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ വേദപുസ്തകത്തിനകത്ത് മനുഷ്യനെയും മനുഷ്യകുലത്തെയും ഒക്കെ കുറിച്ച് അവനവൻ്റെ ഇടപാടുകളും സ്വഭാവവും രീതിയുമൊക്കെ അനുസരിച്ച് തിരുവെഴുത്ത് വളരെ വ്യക്തമായിട്ട് ആരാണിവൻ എന്ന് കാണിക്കാൻ കൃത്യമായി ചില വാക്കുകൾ കൊണ്ട് കുറുക്കി കൊള്ളുന്നത് പോലെ പ്രയോഗിച്ചിട്ടുണ്ട്. നമ്മളെക്കുറിച്ചൊക്കെ ദൈവത്തിൻ്റെ വചനം ഒരു വാക്ക് എഴുതാൻ പറയുമ്പോൾ എന്തായിരിക്കാവോ കൂട്ടിച്ചേർക്കുന്നത്? സരളമായിട്ടാണെങ്കിലും ഒന്ന് ഭാവനയെ കാണുന്നത് നല്ലതാണ്. പാൽപ്പായസം പോലത്തെ ഒരു സഹോദരൻ എന്ന് പറയുമെന്ന് എനിക്കറിയില്ല. അതെയോ കാഞ്ഞിരക്കുരു പോലത്തെ കഴിക്കും എന്നാണോന്നും എനിക്കറിയില്ല. അവനവൻ്റെ ഇടപാടുകളും അവനവൻ്റെ ജീവിതവും അവനവൻ മറ്റുള്ളവരോട് ചെയ്യുന്ന ഇടപാടുകളും ഇതൊക്കെ വെച്ചാണ് നമുക്ക് സ്വർഗം ഒരു ചിത്രീകരണം, ഒരു പേര് വീഴുന്നത് എന്ന് പറയുന്നതിൽ തെറ്റില്ലെന്ന് വിചാരിക്കുന്നു.
ഇതൊക്കെ ഞാൻ 5, 6, 7, 8 ഞാൻ ബൈബിളിൽ നിന്ന് പെട്ടെന്ന് ഈ രാവിലെ ധ്യാനത്തിങ്കൽ ഓർമ്മയിൽ വന്നത് മാത്രമേ എഴുതിയെന്നുള്ളൂ. ഇതൊരു പ്രഭാഷണ വിഷയമായോ ഒരു പ്രബന്ധമായോ എഴുതാൻ നോക്കിയാൽ ചിലപ്പോൾ ഒരു കൈപ്പുസ്തകത്തിനകത്ത് എഴുതാൻ പാകത്തിന് മനുഷ്യ സ്വഭാവത്തെ വെച്ചുകൊണ്ട് നമുക്ക് ചിത്രീകരിക്കാൻ പറ്റിയേക്കാം. അങ്ങനെ തിരുവെഴുത്ത് അഖണ്ഡിതമായിട്ടും മുഖം നോക്കാതെയും ആളുകളെ അവതരിപ്പിക്കുന്നുണ്ട്. ഇങ്ങനെയുള്ള കൊച്ചു കൊച്ചു വാക്കിലൂടെയും ഇങ്ങനെയുള്ള ചില പ്രത്യേക പദങ്ങളിലൂടെയും. ഇവിടെ 62-ാം സങ്കീർത്തനത്തിനകത്ത് ചിലരെ വിരൽ ചൂണ്ടിക്കൊണ്ട് പരിശുദ്ധാത്മാവി സങ്കീർത്തനം എഴുത്തുകാരനിലൂടെ പറയുകയാണ്. ദാവീദ് രാജാവാണ്. അദ്ദേഹത്തിനെതിരെ നേരിട്ട ഭയങ്കരമായിരിക്കുന്ന പ്രതിസന്ധികളുടെ നടുവിൽ വിവിധ തരത്തിലുള്ള ആളുകൾ വിവിധ സ്ഥലങ്ങളിൽ വെച്ച് ഇല്ലാതാക്കാൻ കൊന്നുകളയാൻ വേണ്ടിയിട്ട് പല പല പരിപാടികളെടുത്തപ്പോൾ അവരൊക്കെ ഓരോരോ ടൈപ്പ് ആളുകളായിരുന്നു. ഓരോ രീതിയിലാണ് ദാവീദിനെതിരെ പ്രത്യാഘാതങ്ങൾ ഉരുത്തിരിയാനിടയായി തീർന്നത്. അതിൽ ഈ സങ്കീർത്തനത്തിൻ്റെ പശ്ചാത്തലമൊന്നും ഞാനിവിടെ പറയുന്നില്ല, ആരെ ഉദ്ദേശിച്ചാണെന്നും പറയുന്നില്ല. പൊതുവിൽ ഈ വാക്കുകളൊക്കെ രാവിലെ നമുക്ക് ലഭിക്കുന്നത് നമ്മളെ ഒന്ന് കാണാനാണല്ലോ. അപ്പം ഇവിടെ പറഞ്ഞിരിക്കുന്ന വാക്ക് കേട്ടോ, നിങ്ങളെല്ലാവരും ചാഞ്ഞ മതിലും ആടുന്ന വേലിയും പോലെ. ചില ആളുകൾ അങ്ങനെയാണ്, ചാഞ്ഞ മതിൽ ആടുന്ന വേലി. ദാൻ വഴിയിൽ പാമ്പ് പോലെ എന്ന് പറഞ്ഞില്ലേ, എന്നതുപോലെ ചില ആളുകൾ ചാഞ്ഞ മതിൽ പോലെ, ആടുന്ന വേലി പോലെ. ചാഞ്ഞു നിൽക്കുന്ന മതിൽ അപകടമാണ്. അതിനടുക്കലെ കൂടെ പോകുപോലും ചെയ്യില്ലെന്ന് ആൾക്കാർ പറയും. ഡാടാ ആ മതിലിൻ്റെ അവിടെ നിന്ന് മാറിക്ക്, അങ്ങനെ പറയില്ല. കാരണം എന്താ, അത് ചാഞ്ഞു നിൽക്കുക, എപ്പോഴാണ് വീഴുന്നതെന്ന് അറിയില്ല. ചിലപ്പോൾ നമ്മൾ കേൾക്കാതെ നമ്മളെക്കുറിച്ച് മറ്റുള്ളവർ പറയും, എടാ അവൻ്റെ അടുക്കുന്ന മാറിക്കടാ, അവൻ ആരുടെ മണ്ടയ്ക്ക് വീഴാനിരിക്കുന്നതെന്നറിയില്ല എന്ന് പറയുന്നതിന് തത്തുല്യമല്ലേ ഇത്? ചാഞ്ഞ മതിലിൻ്റെ അടുക്കലേക്ക് ആളുകൾ പോകില്ല. ആരെങ്കിലും അടുത്ത് നിൽക്കുന്ന കണ്ടാൽ കാണുന്നവൻ പറയും, മാറിക്കോ മാറിക്കോ മാറിക്കോ. ആരുടെയെങ്കിലും തോളയിൽ വീഴാനിരിക്കുന്നവനാ. ആടുന്ന വേലിയും ചാഞ്ഞ മതിലും അപകടമാണ്. അത് അങ്ങനെ തന്നെ എഴുതിയിരിക്കുന്നത്. ഒരു മനുഷ്യനെ കൊല്ലേണ്ടതിന് എത്രത്തോളം. അപ്പം ഈ ചാഞ്ഞ മതിൽ ആളെ കൊല്ലും, ആടുന്ന വേലി ആളെ കൊല്ലും. അയ്യോ അതെങ്ങനെ പാസ്റ്ററേ, ചാഞ്ഞ മതിൽ ആളെ കൊല്ലും? ഞാൻ പറഞ്ഞല്ലോ, അപകടമാണ്. ചാഞ്ഞു നിൽക്കുകയാണ്. ആരെങ്കിലും താഴെ ഒരല്പസമയം ആ മതിലിന് താഴെ ഒന്ന് ഇരിക്കാമെന്ന് വെച്ചാൽ എപ്പോഴാണ് ഇടിഞ്ഞ് തടയിൽ വീഴുന്നതെന്നറിയില്ല. തന്നെയല്ല, ഇതിൻ്റെ മറുവശം കൂടി ചിന്തിച്ചെങ്കിലേ അതിൻ്റെ ആഴം പിടികിട്ടുള്ളൂ. ഒരു മതിൽ നേരെ നിന്നാൽ ചിലരെ ജീവിപ്പിക്കാം, മരണത്തിൽ നിന്ന് വിടുവിക്കാം. അങ്ങനെ ഒരു അർത്ഥം ഈ വാക്കിൻ്റെ മറുവശത്തില്ലേ? ചാഞ്ഞു നിൽക്കുന്ന മതിൽ ചിലരെ കൊല്ലും എന്ന് ഈ വാക്ക് പറയുന്നു. ചാഞ്ഞ മതിൽ പോലെ, ആടുന്ന വേലി പോലെ. എന്തിനാ ഇങ്ങനെ കാശ് കളയാൻ വേണ്ടി നിൽക്കുന്നതെന്നല്ല ചോദിച്ചേ, ഒരു മനുഷ്യനെ കൊല്ലാൻ വേണ്ടി നിൽക്കുന്നത് ചോദിച്ചു. അപ്പം ചാഞ്ഞ മതിൽ ആളെ കൊല്ലും എന്ന് ആ വാക്ക് പറയുന്നു. എന്നാൽ നിവരെ നിൽക്കുന്ന, അടിസ്ഥാനമിട്ട് തലയെടുപ്പോടെ നിൽക്കുന്ന മതിൽ, അത് ആളുകളെ രക്ഷിക്കും. ഈ ദാവീദിനെക്കുറിച്ച് ആളുകൾ പറഞ്ഞിട്ടുണ്ട്. നാബാലിൻ്റെ ഇടയന്മാരാണ് അബീഗയിലിനോട് പറഞ്ഞത്, ദാവീദിൻ്റെ ആളുകൾ ഞങ്ങൾ കാട്ടിൽ ആടുകളെ നോക്കി നടന്നപ്പോൾ ഞങ്ങൾക്കൊരു മതിൽ പോലായിരുന്നു എന്ന് പറഞ്ഞാൽ, മറ്റുള്ളവർ ആക്രമിക്കാൻ വന്നപ്പോൾ ഇവർ മതിൽ പോലെ നിന്നു. എൻ്റെ പ്രിയപ്പെട്ടവരെ, നാം മറ്റുള്ളവർക്ക് ഈ ദാവീദിൻ്റെ ഇടയന്മാരെക്കുറിച്ച് നാബാലിൻ്റെ ഇടയന്മാർ പറഞ്ഞതുപോലെ കെട്ടുറപ്പോടെ നിൽക്കുന്ന ഒരുത്തനെ കയറി വന്ന് ആക്രമിക്കണമെങ്കിൽ എന്നെ തൊടാതെ പറ്റില്ല എന്ന് മതിൽ പറയും. കാരണം മതിൽ ചാടി വരാതെ അകത്ത് നിൽക്കുന്നവനെ തൊടാൻ പറ്റില്ല. അപ്പോൾ അകത്ത് നിൽക്കുന്നവനെ തട്ടാൻ വരുന്നവനെ തടയുന്നതാ ശരിക്കും മതിൽ. പക്ഷെ മതിലിങ്ങനെ ചാഞ്ഞു കൊടുത്താലോ, ആരെങ്കിലും വരുമ്പോഴത്തേക്കും കയറിപ്പിക്കോ എന്ന് പറഞ്ഞുകൊണ്ട് തല കുനിഞ്ഞു കൊടുത്താൽ അവൻ്റെ തലയെ ചവിട്ടി അപ്പുറം കയറി മറ്റവനെ കൊല്ലത്തില്ലേ, അകത്ത് നിൽക്കുന്നവനെ കൊല്ലത്തില്ലേ? ദാവീദ് ഇവിടെ പറഞ്ഞതിൻ്റെ അർത്ഥം എന്നാണെന്നറിയാമോ? സത്യത്തിൽ നിങ്ങളൊക്കെ എനിക്ക് മതിലാകേണ്ടവനാ, എനിക്ക് ചുറ്റും വേലി പോലെ നിൽക്കേണ്ടവനാ. പക്ഷെ നിങ്ങളെല്ലാം കൂടി പാലം വലിച്ച് ചാഞ്ഞു കൊടുത്ത് ആടിക്കൊടുത്ത് എന്നെ കൊല്ലാനുള്ള പരിപാടിയാണ് നോക്കുന്നതെന്ന് ഏറ്റവും ഹൃദയത്തോട് അടുപ്പമുള്ളവരോട് പറഞ്ഞ ചങ്കി കൊള്ളുന്നൊരു വാക്കായത്. ഞാൻ 2 വശവും പറഞ്ഞ് നിർത്തട്ടെ.
നമ്മളെ നേരെ നിർത്തേണ്ട പല ബന്ധങ്ങളില്ലേ, അത് നമുക്കെതിരെ ഒരു പ്രശ്നം വന്നാൽ അവരിനും വേണ്ടി പരിച പോലെ മതിൽ പോലെ പ്രൊട്ടക്റ്റ് ചെയ്ത് നിൽക്കേണ്ട ആൾക്കാരുണ്ട്. അവരങ്ങ് ചാഞ്ഞു കൊടുത്താൽ എന്തോ പറ്റും? വരുന്നവൻ നമ്മെ കയറി ആക്രമിക്കും. അപ്പം അതുകൊണ്ട് ആദ്യം നമ്മൾ ചിന്തിക്കേണ്ടത് എന്നാണെന്നറിയാമോ? നമുക്ക് ആരും സഹായമില്ല എന്ന് പറയുന്നതിനേക്കാൾ മുമ്പ് കർത്താവായ യേശുവിനെ അറിഞ്ഞ് സത്യത്തിൻ്റെ പക്ഷത്ത് നിൽക്കുന്ന നമ്മളാണെങ്കിൽ നമ്മൾ ഈ വാക്ക് ഗ്രഹിക്കാൻ പറ്റുമോ നിങ്ങൾക്ക്? മറ്റു പലർക്കും മതിലാകണം. ഒരുത്തനെ അങ്ങ് ഇല്ലാക്കഥകൾ പറഞ്ഞ് കുറ്റം പറഞ്ഞ് കുറ്റാരോപണങ്ങൾ നടത്തി പരദൂഷണം പറയുമ്പോൾ ആ കൂടെ നമ്മളും കൂടി അങ്ങ് ചാഞ്ഞ് കൊടുക്കരുത്, അങ്ങ് ഒതുങ്ങിക്കൊടുക്കരുത്. നിങ്ങൾ ഇച്ചിരി തൻ്റെ ഇടമുള്ള ഒരു ആത്മീകനാണെങ്കിൽ, ഒരു സൺഡേ സ്കൂൾ അധ്യാപകനാണെങ്കിൽ, ഒരു തല നരച്ച കർത്തൃദാസനാണെങ്കിൽ പറയണം, നിങ്ങളെന്തേ പറയുന്നേ? നിങ്ങൾ ദൈവമക്കളല്ലേ, നിങ്ങൾക്ക് വേറൊന്നും പറയാനില്ലേ? ഒരു മനുഷ്യനൊരു പോരായ്മ പറ്റിയപ്പോഴത്തേക്ക് അത് മൊത്തം പറഞ്ഞ് ഇനി നാടങ്ങ് പരത്ത്. ചാഞ്ഞ മതിലാകരുത്, നേരെ നിൽക്ക്. സഭയുടെ കാര്യമാണ്, ആത്മീക വിഷയമാണ്. ഒരുത്തനെ ഇല്ലാതാക്കാൻ എളുപ്പമാണ്. ഏതെങ്കിലും വിധത്തിൽ അവൻ ഉപദേശിച്ച് നേരെ നിർത്തണം എന്ന് പറഞ്ഞു കൊടുക്കണം എൻ്റെ പൊന്നച്ചാച്ച. അല്ലാതെ അങ്ങ് കൂടി ചേർന്നിരുന്നു കൊണ്ട് അങ്ങനെയായിരുന്നു, അയ്യോ ഞാനും കേട്ടായിരുന്നു എന്ന് പറഞ്ഞാൽ നിങ്ങളും ചാഞ്ഞ മതിലാകുക, ആടുന്ന വേലിയാകുക. ഒരുത്തനെ കൊല്ലാൻ നോക്കുക. നിങ്ങൾ അനുഭവിച്ചിട്ടുണ്ടോ ഇങ്ങനത്തെ വേദന? നമുക്ക് വേണ്ടി വട്ടം നിന്ന് വാദിച്ച് നമ്മെ പ്രൊട്ടക്റ്റ് ചെയ്യേണ്ടവർ ചാഞ്ഞ മതിലായി ആടുന്ന വേലിയായി പോയാൽ അവർ നമ്മളെ കൊല്ലും. ദാവീദ് അത് അനുഭവിച്ചു. ഇന്നിത് അനുഭവിക്കുന്ന ആരെങ്കിലും ഉണ്ടോ? ജീവിതത്തിൽ നമ്മൾ ചെന്ന വീട്ടിൽ ആ വീട്ടിലുള്ളവർ നമുക്ക് സുരക്ഷിതത്വം തരേണ്ടവരല്ലേ? നമ്മളായിരിക്കുന്ന കൂട്ടായ്മയ്ക്കകത്തെ ആളുകൾ സുരക്ഷിതത്വം തരേണ്ടവരല്ലേ? അതിന് പകരം അവർ നമ്മെ കൊല്ലാൻ കൂട്ടുനിന്നാലോ, ചാഞ്ഞ മതിലായാലോ? ബന്ധുക്കളെയും സ്വന്തക്കാരെയൊക്കെ വിട്ട് യേശുക്രിസ്തു വിളിച്ചപ്പോൾ രക്ഷിക്കപ്പെട്ട് അവരുടെ കൂട്ടായ്മയും കൂട്ടവും വിട്ട് സത്യസഭയ്ക്കകത്തേക്ക് വന്ന് ഇതിനകത്ത് വന്ന് കയറിയപ്പോൾ നമ്മളെ കൈത്താങ്ങൾ തന്ന്, സാരമില്ല മോളെ, ഇതൊക്കെ ജീവിതത്തിലുള്ളതാ, ഞങ്ങളൊക്കെ ഇത് കടന്നു പോകുന്നവരാ, നീ പേടിക്കാതിരിക്കുക എന്ന് പറയേണ്ടവർ അവർ ചാഞ്ഞ മതിലായാലോ? ഈ വന്നവരെ കൊല്ലിയല്ലേ? നമുക്ക് നേരെ നിന്നുകൂടെ? ചാഞ്ഞ മതിലും ആടുന്ന വേലിയാകാതിരുന്നുകൂടെ? നമുക്ക് പൗലോസിനെക്കുറിച്ച് എഴുതിയ പോലെ തൂണുകളെപ്പോലെ നിൽക്കാം, നേരെ നിൽക്കുന്ന മതിലാകാം. നിങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിക്കുക, കർത്താവേ, എന്നെ കരുതേണ്ടവർ എന്നെ കൊല്ലാൻ കൂട്ടു നിൽക്കുക, അവരൊക്കെ ഒന്ന് നേരെ നിൽക്കുന്ന മതിലാക്കണമേ എന്ന് പ്രാർത്ഥിക്കുക. അതേ രക്ഷയുള്ളൂ. ഞാനിപ്പോൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. ഈ ചിന്ത നിങ്ങളുടെ മനസ്സിലേക്ക് സങ്കീർത്തന ഭാഗത്ത് നിന്ന് ഈ കർത്തൃദിവസത്തിൽ തരികയാണ്. നമുക്കൊന്ന് വിചിന്തനം ചെയ്യാം. നമ്മെ തന്നെ സൂക്ഷിക്കാം, മറ്റുള്ളവരെ കൊല്ലാതിരിക്കാം, നേരെ നിൽക്കാം. അതാ നല്ലത്. പ്രാർത്ഥിക്കാം. പരിശുദ്ധ ദൈവമേ, ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, വേദപുസ്തകം മനുഷ്യനെ ചിത്രീകരിച്ചിരിക്കുന്ന എത്രയോ രീതിയിലാണ് കർത്താവേ. നാഥാ, ഈ ദാവീദ് എന്ന മനുഷ്യൻ, അദ്ദേഹം പറഞ്ഞ വാക്കുകൾ ഞാൻ കേട്ടു, അത് ഞങ്ങൾ വിശദീകരിച്ചു. പരിശുദ്ധാത്മാവ് പലരോട് സംസാരിച്ചെന്ന് ഞാൻ വിചാരിക്കുന്നേ. ദൈവമേ, ഞങ്ങൾ എന്തായിരിക്കണം, ഞങ്ങൾക്ക് വേണ്ടി മറ്റുള്ളവരെന്തായിരിക്കണം എന്നത് ഈ വാക്യത്തിൽ ഞങ്ങൾ കണ്ടു. ഞങ്ങളുടെ ഭാഗം കൃത്യമായി അനുസരിപ്പാൻ ഞങ്ങളെ അനുവദിക്കണം. പ്രത്യേകിച്ച് ദൈവത്തിൻ്റെ മക്കൾ മറ്റുള്ളവർക്ക് അപകടമായി തീരാതിരിപ്പാൻ കർത്താവ് കരുതണം. പ്രാർത്ഥന കേട്ടതിന് നന്ദി. യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ.